ആറാമത് സംസ്ഥാന കൺവെൻഷൻ നടക്കുന്ന ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജയശങ്കർ വടക്കേപ്പള്ളി, ഇന്ന് ഈ ചടങ്ങിന്റെ മുഖ്യാതിഥിയായിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയുടെ സംസ്ഥാന രക്ഷാധികാരി, കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ സംസ്ഥാന നേതാവ് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ കെ എം ലെനിൻ, ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന വ്യാപാരി വ്യവസായി സമിതിയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ മിൽട്ടൻ തലക്കെട്ടു, രാവിലെ പതാക ഉയർത്തിയ ശ്രീ കെ എസ് പ്രദീപ് കുമാർ, ശ്രീ എം ജി പ്രദീപ് കുമാർ, ശ്രീ പി ജെ ആൻഡ്രോ, ശ്രീ ഹരിസുത് നായർ, ശ്രീ അബ്ദുൾ റഹ്മാൻ, ശ്രീ സുരേഷ് കുമാർ, ശ്രീ സുന്ദരൻ, ശ്രീമതി പ്രിയ സനോജ്, ശ്രീ എം എൻ പ്രവീൺ, ശ്രീ ഗോപകുമാർ, സുധീർ അജ്സൽ, പി കെ സനോജ് കുമാർ, ഷരീഫ് റഹ്മാൻ, ഒരു ഏകപാത്ര നാടകം കൂടി അവതരിപ്പിക്കുകയുണ്ടായി പ്രതികളുടെ നേതൃത്വത്തിൽ എന്ന് പറഞ്ഞു. ഏറ്റവും ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളടക്കം ജനപ്രതിനിധികളടക്കം ഒരുപാട് പേർ പങ്കെടുക്കുന്ന ഒരു ശ്രദ്ധേയമായ ചടങ്ങാണിത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയുടെ ആറാമത് സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി ഔപചാരികമായി 10 മണി എന്ന് നോട്ടീസിൽ അടിച്ചെങ്കിലും 11 മണിക്ക് എത്തിച്ചേരാം എന്ന് നേരത്തെ ഡൽഹിയുമായിട്ടും ബന്ധപ്പെട്ട സംഘാടകരുമായിട്ടും ഒരു ധാരണയുണ്ടാക്കിയതാണ്. എന്നാൽ ഇന്ന് എൻ്റെ നിയോജകമണ്ഡലത്തിലെ നെടുപുഴയിൽ ദീർഘകാലമായി ഉള്ള ഒരു സ്വപ്നം എന്ന നിലയിൽ അവിടെയുള്ള ഒരു ബ്രിഡ്ജിന് അഥവാ അവിടെയുള്ള സ്ഥിരമായിട്ടുള്ള ലെവൽ ക്രോസിന് ഒരു സ്ഥായിയായ പരിഹാരമാകും എന്ന നിലയിൽ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന പദ്ധതിയിൽ പെടുത്തി ആ പ്രദേശത്ത് നെടുപുഴയിൽ തൃശ്ശൂർക്കാർക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും, കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്ന് നഗരത്തിലേക്ക് വരുന്ന വണ്ടികൾ നഗരത്തിൽ കയറാതെ പടിഞ്ഞാറക്കോട്ടയിലൂടെ NH-ലേക്ക് പോകാൻ കഴിയുന്ന സൗകര്യം ഉണ്ടാക്കാൻ കൂടി കഴിയുന്ന വിധത്തിൽ നെടുപുഴയിലെ ഒരു ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാനുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികളുടെ ഭാഗമായി 13 കോടി രൂപ ഇന്നവിടെ ഭൂമി നൽകുന്ന ആളുകൾക്ക് വിതരണം ചെയ്ത് ഓവർ ബ്രിഡ്ജ് രൂപീകരിക്കാനുള്ള തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി അവിടെ ചേർന്ന യോഗത്തിൽ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെയൊക്കെ സ്വഭാവം അനുസരിച്ച് മന്ത്രിമാരാണ് എന്നൊക്കെ പറഞ്ഞാലും പഞ്ചായത്ത് മെമ്പർമാരെ പോലെ ഇടപെടുന്ന ആളുകളാണെന്നുള്ളതുകൊണ്ട് സാധാരണ നിലയിൽ ചെന്നിടത്തൊരു ഉദ്ഘാടന പ്രസംഗം നടത്തി പോരാനാകില്ല. ആളുകളുടെ പരാതികൾ ഒക്കെ കേട്ട് പോരുന്ന നേരത്തിൽ നേരം വൈകി. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ക്ഷമിക്കലല്ലാതെ മറ്റു മാർഗമില്ല എന്നെനിക്കറിയാം, ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിലെ ഗതാഗത രംഗത്ത് സ്വാഭാവികമായിട്ടും കുറെ കൂടി കരുതലോടെ സുരക്ഷയോടെ മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണിത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ കഴിഞ്ഞ വർഷം 43,000-ലധികം അപകടങ്ങളും അതിന്റെ ഭാഗമായി 4,000-ലേറെ മരണങ്ങളും ഉണ്ടായി എന്നുള്ളതാണ് നമ്മുടെ സാധാരണ നിലയിൽ വരുന്ന ഒരു കണക്ക്. 4,000-ലേറെ മരണങ്ങൾ എന്ന് പറഞ്ഞാൽ 4,000-ലേറെ മനുഷ്യർ, 4,000-ലേറെ കുടുംബങ്ങളുടെ വിളക്കായി മാറേണ്ട മനുഷ്യർ, 4,000-ലേറെ കുടുംബങ്ങളുടെ ലക്ഷ്യബോധത്തിന് നേതൃത്വം നൽകേണ്ട മനുഷ്യർ, 4,000-ലേറെ മനുഷ്യജീവിതങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. സാധാരണ നിലയിൽ അങ്ങനെ ഒരു അപകടമുണ്ടായ ഡ്രൈവർക്കെതിരെ ഒരു 304A കേസെടുത്താൽ, കൾപ്പബിൾ ഹോമിസൈഡ്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് ഒരു കേസെടുത്ത് കഴിഞ്ഞാൽ സാധാരണ നിലയിൽ ഒരു കേസെടുക്കുക എന്ന ധർമ്മം പോലീസ് അവസാനിപ്പിക്കും. 304A ആകുമ്പോൾ മാക്സിമം പണിഷ്മെന്റ് 2 വർഷം വരെയാണ്. സാധാരണ നിലയിൽ MACTയുടെ ഒരു സൗകര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപകടം ഉണ്ടാകുന്നത് മനഃപൂർവ്വമല്ലാത്ത സാഹചര്യത്തിൽ സാക്ഷിയായിട്ടുള്ളവരെല്ലാം കൂട്ടിക്കയറി നിന്ന് ഇത് തന്നെയാണോ പ്രതി എന്ന് ഉറപ്പില്ല എന്ന് കൂടി പറഞ്ഞാൽ 304A സാധാരണ നിലയിലുള്ള സമാപനമാണ്. പക്ഷേ ആ ജീവൻ തിരിച്ചു കൊടുക്കാൻ നമുക്കാവില്ല. റോഡുകൾക്കും ഒരു പ്രയാസമുണ്ട്. റോഡുകൾ സാധാരണ നിലയിൽ ഉണ്ടാകുന്ന അപകടങ്ങളെ പർവ്വതീകരിച്ച് കാണിച്ച് റോഡുകളിലെ സുരക്ഷ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാറുന്ന ഘട്ടത്തിൽ കേരളത്തിൽ